ആരുടെ മുന്നിലും തോറ്റുകൊടുക്കാൻ മനസ്സില്ലാതിരുന്ന കൃഷ്ണദാസിനെ മർദ്ദനത്തിലൂടെ കീഴ്പ്പെടുത്താമെന്ന് ആരും വ്യാമോഹിക്കേണ്ട. തല്ലും തോറും വാശി കൂടുന്ന ആനയായ ഇവന്റെ കൊമ്പുകളിൽ പലവട്ടം പല പാപ്പാന്മാരുടെയും ചോര പുരണ്ടു. ആനപ്പണിയിൽ പേരുകേട്ട പല പാപ്പാന്മാരും ഇവന്റെ മുന്നിൽ മുട്ടുമടക്കിയിട്ടുണ്ട്. അവരിൽ പ്രധാനി കടുവ വേലായുധൻ തന്നെയായിരുന്നു. നിരവധി പ്രശ്നക്കാരായ ആനകളെ നേർവഴിക്ക് കൊണ്ടുവന്നിട്ടുള്ള കടുവ വേലായുധൻ പോലും കൃഷ്ണദാസിന്റെ വാശിക്കും വീറിനു മുന്നിൽ മുട്ടുകുത്തി. കടുവയും ബാൻഡ് നാരായണനും കൂടി 3 ആഴ്ചയാണ് കൃഷ്ണദാസിനെ കെട്ടിയഴിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ചങ്ങലകളിൽ നിന്നും സ്വതന്ത്രനാക്കപ്പെട്ട നിമിഷത്തിൽ അവൻ എല്ലാവരെയും ഓടിച്ചു. അതുമാത്രമല്ല, ആ പഞ്ചായത്ത് തന്നെ അവൻ നശിപ്പിച്ചു. കാട്ടിലേക്ക് ഓടിപ്പോയ ആനയെ പിന്തുടർന്ന് മലയാള ഭാഷ പോലും അറിയാത്ത ആനയുടെ മുകളിൽ കയറി അവനെ തിരികെ നാട്ടിലേക്ക് എത്തിച്ച പാപ്പാനാണ് കടുവ വേലായുധൻ. ആ കടുവയുടെ ശരീരത്തിലെ പൊട്ടിയ എല്ലുകൾക്ക് ഉത്തരവാദി കൃഷ്ണദാസ് ആയിരുന്നു.